ഇന്ന് ഞങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ കടുകും വറ്റൽമുളകും കൂടി ഇടുക. കടുക് പൊട്ടി. അപ്പം അതിനകത്തേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ഇടുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊച്ചുള്ളി കൂടി ഇടുകയാണ്. ഉള്ളി ഒരു ചുമപ്പ് കളറായി. അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, ഒപ്പം പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്ന് ഇട്ട് അതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലക്കൂട്ട്, ഒപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത്രയും ഒരുമിച്ച് തന്നെ അങ്ങ് ചേർക്കുന്നതാണ്. ഇനി അത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ അതിലോട്ടിട്ട് യോജിപ്പിക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ മസാലയെല്ലാം ഒന്ന് പിടിക്കുന്ന വരെ തീ ഒന്ന് കുറച്ച് വെച്ച് വേവിച്ച് കുറച്ച് വെള്ളം, ഒരു ആവശ്യമായ ഒരു ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം അത്ര എടുത്ത് വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.